വിശദമായി നോക്കാം. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുമ്പോഴും വാട്ടർ അതോറിറ്റി അധികൃതർ ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല. വെള്ളമൊഴുക്ക് മൂലം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടവും ഓഫീസ് പരിസരവും ജനങ്ങൾക്ക് അടുക്കാൻ കഴിയാത്ത വിധമായി. മെഡിക്കൽ കോളേജ് പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പഴയ ആശുപത്രിക്ക് സമീപമുള്ള ക്യാന്റീനോട് ചേർന്ന് വെള്ളമൊഴുകി ആശുപത്രി പരിസരവും ഓഫീസിന്റെ സമീപ പ്രദേശങ്ങളുമെല്ലാം വെള്ളക്കെട്ടായി. ആശുപത്രി അധികൃതർ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മെഡിക്കൽ കോളേജ് വെള്ളം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നതിനാൽ റോഡിനും സംരക്ഷണ ഭിത്തിക്കും അപകട ഭീഷണിയുണ്ട്. 3 വർഷമായി നിരന്തരം ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരുടെ അനാസ്ഥ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. കുമരകത്ത് മുത്തേരി മടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. നാട്ടകം കറുകയിൽ വിൻസെന്റിന്റെ മകൻ ലിജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മുത്തേരിമട വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം കുളിക്കാനിറങ്ങിയതായിരുന്നു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുമരകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കരമനയാറ്റിൽ കാണാതായ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 14 വയസ്സുകാരനായ ജിതിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റൊരാൾക്കായി നാളെ തെരച്ചിൽ തുടരും. MDMAയുമായി യുവാവ് പുതുപ്പാടി കാവുംപുറം എക്സൈസിന്റെ പിടിയിൽ. കാവുംപുറം കിളിയിൽ ജിഷാദാണ് പിടിയിലായത്. 1.210 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തു. ബൈക്കും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. താമരശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ NK ഷാജി, പ്രിവന്റീവ് ഓഫീസർ K വസന്തൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ NP വിവേക് എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അധ്യാപികയെ കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തൊടുപുഴ സ്വദേശി ഓലേടത്ത് അനന്തു മോഹനാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറായ പ്രതി കഴിഞ്ഞ മെയിലാണ് അധ്യാപികയെ പീഡിപ്പിച്ചത്. ഇയാൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തു. തൊടുപുഴ ഡിവൈഎസ്പി മധു ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയം കാണക്കാരിയിൽ ഭാര്യയുടെ കൈവെട്ടിയ കേസിൽ പ്രതിയായ ഭർത്താവ് പ്രദീപ് തൂങ്ങി മരിച്ച നിലയിൽ. കഴിഞ്ഞ ദിവസമാണ് ഭാര്യ മഞ്ജുവിന്റെ കൈകൾ ഇയാൾ വെട്ടിയത്. ഇതിനുശേഷം പ്രദീപ് ഒളിവിലായിരുന്നു. ഇടുക്കിയിലെ വിവിധയിടങ്ങളിൽ മോഷണം പെരുകുന്നു. ചിത്രപുരം പവർ ഹൌസ്, കുഞ്ചിത്തണ്ണി, 20 ഏക്കർ, പൊട്ടൻകാട് മേഖലകളിലാണ് മോഷണം. ദിവസങ്ങളായി ഭീതിയിലാണ് പള്ളിവാസൽ, ചിത്രപുരം പവർ ഹൌസ്, കുഞ്ചിത്തണ്ണി മേഖലയിലുള്ളവർ. ദേവാലയങ്ങളുടെയും കപ്പേളകളുടെയും ഭണ്ഡാരങ്ങൾ തകർത്ത മോഷണം പതിവായി. സമാനമായ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ഇപ്പോൾ ചെങ്കുളം, ആനച്ചാൽ ഭാഗങ്ങളിലെല്ലാം പുലി ഇറങ്ങി എന്നുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളെല്ലാം വളരെ ഭീതിയിലാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണോ ഈ മോഷണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് അവിടെ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നിലാണ്. ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ്. സംഭവത്തെ തുടർന്ന് നാട്ടുകാരും ദേവാലയ അധികൃതരും വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകി. ചെങ്കുളം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന പേരിൽ നാട്ടുകാർക്ക് രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യം മുതലെടുത്താണ് മോഷണം. സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണ്. പോലീസ് നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വയനാട് ജില്ലയിലെ ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് പദ്ധതി മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും പട്ടികവർഗ വകുപ്പും CDAC-ഉം സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സാമൂഹ്യ പഠന മുറികൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡിജിറ്റലായി മാറുന്നതോടെ ടെലി എഡ്യൂക്കേഷൻ, ലിറ്ററസി പദ്ധതികൾ നടപ്പിലാക്കും. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിൻ സർവീസ് ഇനിയും പുനരാരംഭിച്ചില്ല. ഒട്ടേറെ യാത്രക്കാർ ആശ്രയിച്ചിരുന്നതാണ് ഈ സർവീസ്. വൈകിട്ട് 5:10 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് തൃശൂരിലെത്തി അവിടെ നിന്ന് 6:55 ഗുരുവായൂരിലേക്ക് മടങ്ങുന്ന പാസഞ്ചർ സർവീസ് നിലച്ചിട്ട് കാലങ്ങളായി.
കോവിഡ് കാലത്തിനു ശേഷം മിക്ക സർവീസുകളും പുനഃസ്ഥാപിച്ചുവെങ്കിലും ചിലത് ഇപ്പോഴും പുനരാരംഭിച്ചില്ല. തൃശൂരിൽ നിന്ന് ഗുരുവായൂരെത്തി ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുമടക്കം നൂറുകണക്കിന് പേരാണ് വലയുന്നത്. ഒട്ടേറെ ദീർഘദൂര സർവീസുകളുടെ കണക്ഷൻ പാസഞ്ചറായും ഈ ട്രെയിനെ യാത്രക്കാർ ആശ്രയിച്ചിരുന്നു. തൃശൂർ MP TN പ്രതാപൻ ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. എല്ലാം പഴയപടിയായിട്ടും സർവീസ് പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യാത്രക്കാരുടെ തീരുമാനം. ന്യൂസ് 18 ഗുരുവായൂർ. പാലക്കാട് കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മിനി മുരളി ലഹരി വിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്തു. സിഗ്നേച്ചർ ക്യാമ്പയിൻ കൊഴിഞ്ഞമ്പാറ SI ചെന്താമര ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബ് കോഴിപ്പാറ ചന്തപ്പേട്ട ടൗണിലും കൊഴിഞ്ഞമ്പാറയിലും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ ചാർട്ടിന്റെ പ്രദർശനവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ റീന സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗനവാടി അംഗങ്ങൾക്ക് വേൾഡ് വിഷൻ ഇന്ത്യ പ്രോഗ്രാം കോർഡിനേറ്റർ ജിൻസൺ ജേക്കബ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കാളപൂട്ടിനെത്തിച്ച കാള വിരണ്ടോടി ഒരാൾക്ക് പരിക്ക്. കൊടുവള്ളി കരുവൻപൊയ്യിൽ എരിഞ്ഞത്തോക്കാണ് സംഭവം. 15 കിലോമീറ്റർ ഓളം ഓടിയ കാള പ്രദേശവാസികളെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാക്കി. കൊടുവള്ളി കരുവൻപോയിൽ എരിഞ്ഞിക്കോത്ത് കാളപ്പൂട്ടിനെത്തിച്ച കാളയാണ് വിരണ്ടോടിയത്. 15 കിലോമീറ്ററോളം ഓടിയ കാള പ്രദേശവാസികളെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാക്കി. വഴിമധ്യേ ഗോപാലൻ എന്നയാളെ കാളയടിച്ചു തെറിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഗോപാലനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും ഉടമസ്ഥരും ശ്രമിച്ചിട്ടും കാളയെ തളയ്ക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ മുക്കം ഫയർഫോഴ്സ് സംഘം ചാത്തമംഗലം പഞ്ചായത്തിലെ കോട്ടോൾത്തായം വെച്ച് കാളയെ പിടിച്ചുകെട്ടി. പത്ത് മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് കാളയെ പിടികൂടിയത്. എരിഞ്ഞിക്കോത്ത് സ്വദേശി മുർഷിദിന്റേതാണ് വിരണ്ടോടിയ കാള. മുക്കം ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CK മുരളീധരൻ, P അബ്ദുൾ ഷുക്കൂർ, KC സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് കാളയെ പിടിച്ചുകെട്ടിയത്. ന്യൂസ് 18 കോഴിക്കോട്. അങ്കമാലിയിൽ ടൂറിസ്റ്റ് ബസും KSRTC ബസും ഇടിച്ച് ഒരു മരണം. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മലപ്പുറം ചെമ്മാട് സ്വദേശി സലീനയാണ് മരിച്ചത്. ജിദ്ദയിൽ പോയി ഭർത്താവിനെ കണ്ട് മടങ്ങും വഴിയായിരുന്നു അപകടം. തിരുവനന്തപുരം കോവളത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ നെയ്യാറ്റിൻകര പണ്ടാരവിളാകം പുത്തൻവീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. ഒരേ ദിശയിൽ പോയിരുന്ന വാഹനങ്ങളിലൊന്ന് പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോൾ പുറകിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പാഷൻ ഫ്രൂട്ട് കൃഷി ഇറക്കിയ കർഷകർ ദുരിതത്തിൽ. പാഷൻ ഫ്രൂട്ട് സംഭരിക്കാത്തതും വില ലഭിക്കാത്തതുമാണ് കർഷകരുടെ ദുരിതത്തിന് കാരണം. കൃഷി ഇറക്കിയ കർഷകരിൽ പലരും വലിയ കടക്കെണിയിലാണ്. പാഷൻ ഫ്രൂട്ട് കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് കർഷകർക്ക് ദുരിതമാകുന്നത്. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലാണ് കർഷകരുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാഷൻ ഫ്രൂട്ട് നേരിട്ട് സംഭരിക്കുമെന്ന ഉറപ്പും അധികൃതർ നൽകി. എന്നാൽ കൃഷി ഇറക്കിയ കർഷകരിൽ നിന്നും പാഷൻ ഫ്രൂട്ട് സംഭരിക്കാത്തതാണ് ഇപ്പോൾ കർഷകരെ കടക്കെണിയിലാക്കുന്നത്. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ വളരെ പ്രോത്സാഹിപ്പിച്ച് വളരെ നമ്മളെപ്പോലുള്ള പുരോഗമന കർഷകരെ ഇതിൽ കൊണ്ടുവരണമെന്നുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. അതിൽ ഞാനൊരു കാർഷിക ബിരുദധാരിയുടെ ആയതുകൊണ്ട് എനിക്കത് 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. അവരുടെ വാക്ക് മുഖവിലേക്ക് എടുത്ത് ഇതിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ അനുഭവം മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റേജ് വന്നപ്പോൾ അത്ര ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകരെ അതിലേക്ക് ഞാൻ തന്നെ പലരും ചോദിക്കുമ്പോൾ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷി നിർത്തിവെച്ചാണ് പലരും പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തത്. വിളവെടുത്ത പാഷൻ ഫ്രൂട്ടുകൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സംഭരിക്കാതെ വന്നതോടെ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. വായ്പയെടുത്തും പലിശയ്ക്ക് പണം കടം വാങ്ങിയും കൃഷി ഇറക്കിയ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതേസമയം കർഷകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് 50 രൂപ നിരക്കിൽ സംഭരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഇത് പര്യാപ്തമല്ലെന്നാണ് കർഷകരുടെ പരാതി. ന്യൂസ് 18 പത്തനംതിട്ട.
കായംകുളത്ത് നവജീവൻ പരിപാടിക്ക് തുടക്കം. കുറ്റവാളികളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. കായംകുളം സബ് ഡിവിഷൻ തലത്തിലാണ് പരിപാടി നടത്തിയത്. 70 പേർ പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവി ജെ ജയദേവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎസ്പി അലക്സ് ബേബി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ കാഴ്ച ദിനാചരണവും നേത്ര ചികിത്സയുടെ 25ാമത് വാർഷികവും ആചരിച്ചു. 65,000-ഓളം സൗജന്യ തിമിര ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ റാലിയും ആശുപത്രി ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും മൈമും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മികച്ച സേവനം നടത്തിയ നേത്ര ചികിത്സാ വിഭാഗം ജീവനക്കാരെ ആദരിച്ചു. ഈ മാസം 18 മുതൽ 3 മാസത്തേക്ക് ഗുരുവായൂരിൽ ദർശന സമയം 1 മണിക്കൂർ നീട്ടും. വൈകുന്നേരത്തെ ദർശനത്തിനായി ക്ഷേത്രനട 3:30 തുറക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമമായ ദർശനത്തിനായാണ് നടപടി. നിലവിൽ 4:30 മണിക്കാണ് നട തുറക്കുന്നത്. ഒക്ടോബർ 18 മുതൽ ജനുവരി 22 വരെയാണ് ദർശന സമയം നീട്ടിയത്. സമഗ്ര ശിക്ഷ കേരള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാലരാമപുരം BRC വൈറ്റ് കെയിൻ ഡേ ആചരിച്ചു. ബാലരാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ലീന അധ്യക്ഷത വഹിച്ചു. CPC ജവാദ് ഉദ്ഘാടനം ചെയ്തു. കാഴ്ച പരിമിതിയുള്ള അധ്യാപകരെ പരിപാടിയിൽ ആദരിച്ചു. നീലക്കുറിഞ്ഞി പൂവിട്ട മലനിരകളിലേക്ക് സന്ദർശനം നിരോധിച്ചെന്ന് വ്യാജ പ്രചാരണം. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വനം വകുപ്പിന്റേതെന്ന പേരിൽ പ്രചാരണം നടക്കുന്നത്. കുറിഞ്ഞി കാഴ്ചകൾ കാണാൻ ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുമ്പോഴാണ് വ്യാജ പ്രചാരണങ്ങളിലൂടെ സഞ്ചാരികളിൽ തെറ്റിദ്ധാരണ പരത്തുന്നത്. ശാന്തൻപാറയിലെ കള്ളിപ്പാറ മലനിരകളിലാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. 2018 കുറിഞ്ഞി പൂക്കാലം മഹാപ്രളയം മൂലം നഷ്ടപ്പെട്ടതിനാൽ കള്ളിപ്പാറയിലെ കാഴ്ചകൾ തേടി ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്നുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങളായി കള്ളിപ്പാറയിലേക്ക് പ്രവേശനമില്ല എന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നു. വനം വകുപ്പ് കുറിഞ്ഞി സംരക്ഷണം ലക്ഷ്യം വെച്ച് സന്ദർശനം നിരോധിച്ചിരിക്കുകയാണെന്നാണ് പ്രചാരണം. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലേക്ക് അഭൂതപൂർവമായ തിരക്കാണ് നീലക്കുറിഞ്ഞി കാണാൻ സഞ്ചാരികളുടെ വരുന്നത്. പക്ഷേ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി പല ഓൺലൈൻ മീഡിയാസിൽ വ്യാജ വാർത്തകൾ ഇവിടെ സൃഷ്ടിച്ചുവിടുകയാണ്. ഈ നീലക്കുറിഞ്ഞിലേക്കുള്ള പ്രവേശനം സാധ്യമല്ലെന്ന് നിരോധിച്ചിരിക്കുന്നുള്ള രീതിയിൽ ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബാഹ്യശക്തികളുടെയോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെയോ ബന്ധപ്പെടലുകളാണ് ഈ വ്യാജ വാർത്തകളുടെ പിന്നിൽ നിന്ന് വിശ്വസിക്കുന്നു. വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന മേഖലയായതിനാൽ വൈകുന്നേരം 5:30 ശേഷം ഇവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇത് മാത്രമാണ് ഏക നിയന്ത്രണമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. മലമുകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷ ലക്ഷ്യം വെച്ച് വനം വകുപ്പ് ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വീട്ടിൽ ഉമ്മയെ സഹായിക്കാൻ ഒരു റോബോട്ടിനെ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു വിദ്യാർത്ഥി. വേങ്ങാട് സ്വദേശി മുഹമ്മദ് ഷിയാദിന്റെ വീട്ടിലെത്തിയാൽ ഭക്ഷണം കൊണ്ടുവരുന്നത് ആൻഡ്രോയിഡ് പാത്തൂട്ടിയാണ്. സുന്ദരിയായ പാത്തൂട്ടി ഇപ്പോൾ നാട്ടിലും ഒരു താരമാണ്. കണ്ണൂർ വേങ്ങാടുമെട്ട കരയംതൊടിയിൽ റിച്ച് മഹലിൽ എത്തുന്നവരെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും പാത്തൂട്ടിയാണ്. EK നായനാർ സ്മാരക ഗവൺമെന്റ് HSSലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷിയാദ് തൻ്റെ ഉമ്മ സെറീനയ്ക്ക് വേണ്ടിയാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചത്. നല്ല കുപ്പായമൊക്കെ കൊടുത്ത് സെറീന പാത്തൂട്ടിയെ ഒരു മൊഞ്ചത്തിയാക്കി. ഓട്ടോമാറ്റിക്കായും മാനുവലായും റോബോട്ട് പ്രവർത്തിക്കും. ഉമ്മ അവിടുന്ന് ഫുഡ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളൊന്നും കൺട്രോൾ ചെയ്യാതെ തന്നെ അത് കിച്ചണിന് ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് സെർവ് ചെയ്യും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുകയും മാറി നിൽക്കാനൊക്കെ പറയുകയും ചെയ്യും. അപ്പം ഇതൊരു സപ്ലയർ എങ്ങനെയാണോ, ഒരു വീട്ടിലെ ഒരു സപ്ലയർ അല്ലെങ്കിൽ ഹോട്ടലിലെ ഒരു സപ്ലയർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഏതാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് കൃത്യമായിട്ട് കിച്ചണിന് ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് സെർവ് ചെയ്യും. 6 കിലോ ഭാരം വഹിച്ചു നടക്കാൻ പാത്തൂട്ടിക്ക് സാധിക്കും. റോബോട്ടിന്റെ നിർമ്മാണത്തിന് 10,000 രൂപയോളം ചിലവ് വന്നു. സഹപാഠി അർജുനും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിയായി.
പാപ്പിനിശ്ശേരി ഹിദായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CK അബ്ദുൾ റഹ്മാന്റെ മകനാണ് മുഹമ്മദ് ഷിയാദ്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. മാസങ്ങൾക്ക് ശേഷം പടയപ്പ മൂന്നാറിലെത്തി. മൂന്നാർ ടൗണിന് സമീപമുള്ള നല്ലതണ്ണി കല്ലാറിൽ 2 ദിവസമായി കറങ്ങി നടക്കുന്ന പടയപ്പ എന്ന ഒറ്റയാൻ തൊഴിലാളി ലയങ്ങൾക്ക് സമീപത്തുള്ള വാഴകൾ തിന്നു നശിപ്പിച്ചു. ഒരാഴ്ചയായി പടയപ്പ മൂന്നാറിലെ നല്ലതണ്ണി എസ്റ്റേറ്റ് മേഖലയിലെത്തിയിട്ട് ലയങ്ങൾക്ക് സമീപം പടയപ്പ എത്തുന്നത് ജനങ്ങളെ ഭീതിയിലാക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നല്ലതണ്ണി ഈസ്റ്റ് ഡിവിഷനിൽ ഭുവനേശ്വറിന്റെ റേഷൻ കട തകർത്തുവെങ്കിലും തൊഴിലാളികൾ ആനയെ വിരട്ടി ഓടിച്ചിരുന്നു. പകൽ പോലും തൊഴിലാളി ലയങ്ങൾക്ക് സമീപം എത്തുന്ന ഒറ്റയാന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. நேற்றுக்கெல்லாம் பார்த்தீங்கன்னா பயங்கரமான பிரச்சனை, ஆளுக வேலை செய்து ஆளுகளுக்கு பயங்கர தொந்தரவு. இதை வச்சு எஸ்டேட்டுகளில் ஒரு வாழை கூட இல்லாமல் இருக்குது. அப்படின்னு வந்து பயங்கர தொந்தரவு பண்ணுது. ஆளுக அங்கிட்டு நடமாட முடியல, இடைக்கு புலி வேற. ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് ഇരിക്കുക. പടയപ്പ ഇറങ്ങുമെന്ന ആശങ്കയിൽ നാട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. മാസങ്ങളായി പടയപ്പ മീശപ്പുലിമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലെ വനമേഖലകളിലായിരുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ മഹാശിലയുഗ കാലത്തിലേത് എന്ന് കരുതുന്ന മുനിയറ കണ്ടെത്തി. മറയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുനിയറകൾ ധാരാളമുണ്ടെങ്കിലും തൊടുപുഴ മേഖലയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള മുനിയറ കണ്ടെത്തുന്നത്. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ 6ാം വാർഡിൽ സാന്റോ തെക്കേന്റെ പുരയിടത്തിലാണ് 1500 മുതൽ 2500 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് കരുതുന്ന മുനിയറ കണ്ടെത്തിയത്. വേണ്ടത്ര സംരക്ഷണം ലഭിക്കാതിരുന്നതിനാൽ മുനിയറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പഠനത്തിനായി ഫീൽഡ് തല സന്ദർശനത്തിനിടെയാണ് മുനിയറയുടേതിന് സമാനമായ പാറക്കല്ലുകൾ കണ്ടത്. തുടർന്ന് ആർക്കിയോളജി വിഭാഗത്തിൽ വിവരമറിയിക്കുകയും കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും ചെയ്തു. കണ്ടെത്തിയ മുനിയറ മഹാശിലായുഗത്തിലേതാണ് എന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആർക്കിയോളജി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മുനിയറയാണെന്നും അതിങ്ങനെ ഒരു രേഖപ്പെടുത്തലായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് നമ്മുടെ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ മീമുട്ടി വാർഡിന്റെ ഒരു അടയാളപ്പെടുത്തലായി ഈ മുനിയറ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഹിൽ പാലസിലുള്ള ആളുകളെ ഈ വിവരം സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഈ മുനിയറ കാണാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കണ്ടെത്തിയ മുനിയറകളുടെ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ കണ്ടെത്തിയത് കൂടാതെ മറ്റ് 2 എണ്ണത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തി. ബാക്കിയുള്ളവയെല്ലാം നശിച്ച അവസ്ഥയിലാണ്. ശിലായുഗകാലത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി ഉപയോഗിച്ചവയാണ് ഈ കല്ലറകളെന്നും പറയപ്പെടുന്നു. ന്യൂസ് 18 തൊടുപുഴ. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി കോഴിക്കോട് കൊടിയത്തൂരിലെ ശ്രദ്ധാ സംഘടന. കൊടിയത്തൂർ സ്വദേശിയായ ഷമീമയും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് ഭൂമി വാങ്ങി പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. കൂലിപ്പണിക്കാരനായ ഭർത്താവിന്റെ വരുമാനം കൊണ്ടാണ് ഷമീമയുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. വാടക വീട്ടിലായിരുന്നു താമസം. കൃത്യമായി തൊഴിൽ കിട്ടാതായതോടെ കുടുംബം ദുരിതത്തിലായി. വാടക വീടും നഷ്ടപ്പെടുന്ന സ്ഥിതിയായി. ഇതേക്കുറിച്ചറിഞ്ഞ ശ്രദ്ധ എന്ന സംഘടന 5 സെന്റ് ഭൂമി വാങ്ങി പുതിയ വീട് നിർമ്മിച്ചു നൽകി. 12 ലക്ഷത്തോളം രൂപ ചെലവായി. നിരവധി പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് വീട് നിർമ്മിച്ചതെന്ന് ശ്രദ്ധ ഭാരവാഹികൾ പറഞ്ഞു. 5 സെന്റ് സ്ഥലം വളരെ നിസ്സാരമായ വിലയ്ക്ക് ഉടമ തരാൻ തയ്യാറാകുകയും അങ്ങനെ നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഏകദേശം 11,32,127 രൂപയോളം ചിലവഴിച്ചിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ താക്കോൽദാന ചടങ്ങ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. താക്കോൽദാനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ന്യൂസ് 18 കൊടത്തൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.